ഹലോ ഓൾ, എല്ലാവർക്കും ഐ+ൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ടോപ്പിക്കാണ് അല്ലേ, മൈക്കോളജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മൈക്കോളജി എന്ന് നോക്കാം അല്ലേ. നമ്മളൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്താണ് മൈക്കോളജി, അല്ലെങ്കിൽ മൈക്കോളജിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസ് തൊട്ട് തന്നെ ജസ്റ്റ് തുടങ്ങാം. അപ്പോൾ നമുക്ക് മൈക്കോളജിയിൽ മെയിനായിട്ട് ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്, ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് ക്ലാസ്സുകളുടെ അല്ലെങ്കിൽ കുറച്ച് ഡിവിഷൻസിൻ്റെ സാലിയൻ ഫീച്ചേഴ്സുമാണ് പഠിക്കാനുള്ളത്. പിന്നെ ആൽഗെ പഠിച്ചതുപോലെ തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസും നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മൈക്കോളജി എന്ന് പറഞ്ഞാൽ ഫഞ്ചൈസ് അല്ലെങ്കിൽ ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത് മൈക്കോളജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മൈക്കോളജി ഫംഗസുകളെ കുറിച്ചുള്ള പഠനം. മൈ ചേർത്ത് വേറൊരു വേർഡുണ്ടല്ലോ, മൈക്കോസിസ് അല്ലേ. നമുക്കറിയാം ഫംഗസ് ഒക്കെ എന്താണ്, പത്തോജൻസ് ആണല്ലേ, നമുക്ക് ഡിസീസ് കോസിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഫംഗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, മൈക്കോസിസ് എന്ന് വിളിക്കാം. അപ്പം മൈക്കോളജി ഫംഗസിനെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ഫഞ്ചിയെ കുറിച്ചുള്ള പഠനം. ഇനി ഫഞ്ചൈ കോസ് ചെയ്യുന്ന ഡിസീസുകളെ നമുക്ക് എന്ത് വിളിക്കാം, മൈക്കോസിസ് എന്ന് വിളിക്കാം. പിന്നെ നോക്കിയേ, മൈക്കോടോക്സിൻസ് ഉണ്ടല്ലേ. ഫംഗസ് എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടൺ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവയെ നമുക്ക് എന്ത് വിളിക്കാം, മൈക്കോടോക്സിൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ക്ലിയർ ആയോ, ഫംഗസുകളെ കുറിച്ചുള്ള പഠനം മൈക്കോളജി, ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസ് മൈക്കോസിസ്. ഇനി ഫംഗസ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലോ മൈക്കോടോക്സിൻ അല്ലേ. അപ്പം മൈക്കോ വരുന്നതെല്ലാം എന്താണ്, ഫംഗസുകളെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ഫംഗസുമായി റിലേറ്റ് ചെയ്തതാണ് അല്ലേ. ഇനി നോക്കിയേ, മൈക്കോളജി ഒറിജിനലി arose as a branch of botany because fungi were once believed to be അല്ലേ എക്ലോറോഫൈറ്റിക് പ്ലാന്റ്സ്. അപ്പോൾ ഈ മൈക്കോളജി അല്ലെങ്കിൽ ഫംഗസുകളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് എന്താണ്, ബോട്ടണിയിലെ ഒരു ബ്രാഞ്ചാണല്ലേ. ബോട്ടണി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബോട്ടണി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാന്റ് സയൻസ് ആണല്ലേ, പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഫഞ്ചയെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്, അയക്ലോറോഫൈറ്റിക് പ്ലാന്റ് അല്ലേ. ക്ലോറോഫൈറ്റ്സ് ഇല്ലാത്ത, അതായത് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിവില്ലാത്ത പ്ലാന്റ്സ് ആയിട്ടാണ് ആരെ കണക്കാക്കിയിരിക്കുന്നത്, ഫഞ്ചയെ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫഞ്ചൈ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ബോട്ടണി പ്ലാന്റ്സിൻ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ. ഇപ്പോൾ ബോട്ടണിയിലെ തന്നെ ഒരു ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത് മൈക്കോളജി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി, ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസുകളാണ് മൈക്കോസിസ് എന്ന് പറയുന്നത്. ഇനി ഫംഗസ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മൈക്കോടോക്സിൻ. ഫംഗസിനെ എക്ലോറോഫൈറ്റിക് പ്ലാന്റ്സ് അല്ലെ, ക്ലോറോഫൈറ്റ് ഇല്ലാത്ത പ്ലാന്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ബേസിൽ നിന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇനി നോക്കിയേ, ഫഞ്ചിയുടെ പ്രത്യേകതകൾ നോക്കാം, അല്ലെങ്കിൽ ഫഞ്ചീസിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫഞ്ചി എങ്ങനെയുള്ളതാണ്, യുക്യാരിയോട്ടിക് ആണ് അല്ലേ. ഫഞ്ചി പ്രൊക്യാരിയോട്ടിക് അല്ല, യുക്യാരിയോട്ടിക് ആണ്. ക്ലോറോഫൈലസ് ആണല്ലേ, യുക്യാരിയോട്ടിക് ആണ്, പ്ലാന്റ് ഒക്കെ ആണ് എങ്കിലും ക്ലോറോഫിൽ ഇല്ലല്ലേ, അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തറ്റിക് അല്ല. ദെൻ യൂണിസെല്ലുലാർ ആവാം, മേ ബി യൂണിസെല്ലുലാർ അല്ലേ, ഈസ്റ്റ് പോലെയൊക്കെ യൂണിസെല്ലുലാർ ആവാം, അല്ലെങ്കിൽ എന്താവാം, മൾട്ടി സെല്ലുലാറും ആവാം അല്ലേ. യൂണിസെല്ലുലാറും ആവാം, മൾട്ടി സെല്ലുലാറും ആവാം. ഇനി നോക്കിയേ, വിച്ച് മേ റീപ്രൊഡ്യൂസ് അല്ലേ. റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, സെക്ഷൽ മെത്തേഡും സെക്ഷൽ സ്പോസും വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മൈക്കോളജിയെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. ഇപ്പം മൈക്കോളജിക്ക് ഒരു ഫാദർ കാണില്ലേ, ഫാദർ ഓഫ് മൈക്കോളജി എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ മൈക്കേലിയാണ് അല്ലേ. മൈക്കേലിന്നോ ഒക്കെ പറയാം അല്ലേ. അദ്ദേഹമാണ് എന്തെന്ന് പറയുന്നത്, ഫാദർ ഓഫ് മൈക്കോളജി അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പബ്ലിക്കേഷനാണ് എന്ത്, നോവാ പ്ലാന്റാറം ജനറ 1729 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഓഥർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഫൈക്കോളജിയുടെ ഫാദറായിട്ടുള്ള മൈക്കേലി തന്നെയാണ് അല്ലേ. മൈക്കേലി തന്നെയാണ് ഇതിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. നോക്കിയേ, മൈക്കോളജിയുടെ ഫാദറാണ് നമ്മുടെ മൈക്കേലി എഴുതിയ ബുക്കല്ലേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പബ്ലിക്കേഷൻസ് ആണ് നോവാ പ്ലാന്റാറം ജനറ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഫാദർ ഓഫ് ഇതല്ലേ അല്ലെങ്കിൽ മോഡേൺ ഫൈക്കോളജി ഉണ്ടല്ലേ, മോഡേൺ ഫൈക്കോളജിയുടെ ഫാദറും പ്ലാന്റ് പത്തോളജിയുടെ ഫാദറും ഒരാളാണ്.
അല്ലേ? മൊഡേൺ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് മൈക്കോളജിയുടെ ഫാദർ ആരാണ്? ആ മൈക്കോളജി അല്ലേ? മൈക്കോളജി നല്ല ഒരേപോലെയുള്ള സിനോണിം പോലത്തെ വേർഡ്സ് അല്ലേ? പക്ഷേ എങ്കിൽ ഇനി മൊഡേൺ മൈക്കോളജി ഉണ്ടല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മൊഡേൺ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നപ്പോൾ മൊഡേൺ മൈക്കോളജി ഉണ്ട്. അപ്പം മൊഡേൺ മൈക്കോളജിയുടെ ഫാദർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറിച്ച് ആൻറ്റോൺ ഡി ബേറിയാണ് എന്തെന്ന് പറയുന്നത്? മൊഡേൺ മൈക്കോളജിയുടെ ഫാദർ. ഇനി ഇന്ത്യയിലൊരു മൈക്കോളജി ഉണ്ടല്ലേ, നമ്മുടെ ഇന്ത്യയിൽ കോൺട്രിബ്യൂഷൻ നടത്തിയ ഇന്ത്യൻ മൈക്കോളജിയുടെ ഫാദർ ആരാണ്? എഡ്വിൻ ജോൺ ബട്ട്ലർ ആണല്ലേ? ആരാണ്? എഡ്വിൻ ജോൺ ബട്ട്ലർ. അപ്പം 3 ഫാദർമാരെ മനസ്സിലായല്ലോ. മൈക്കോളജിയുടെ ഫാദർ, പിന്നെന്താണ് മൊഡേൺ മൈക്കോളജിയുടെ ഫാദർ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇന്ത്യൻ ഫൈക്കോളജിയുടെ ഫാദർ. ഇനി നമുക്ക് ഫഞ്ചിയെ കുറിച്ചൊന്ന് ഡീപ്പായിട്ട് നോക്കാം അല്ലേ? ഫഞ്ചിയുടെ ബോഡിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? താലസ് എന്ന് വിളിക്കാം അല്ലേ? എന്താണ് താലസ്? റൂട്ട് എന്നോ സ്റ്റെം എന്നോ ലീഫ് എന്നോ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയാത്ത പ്ലാൻ ബോഡീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? താലസ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ക്ലിയർ ആയോ? എന്താണ് താലസ്? റൂട്ട് എന്നോ സ്റ്റെം എന്നോ ലീഫ് എന്നോ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കാത്ത പ്ലാൻ ബോഡിയാണ് ആർക്കുള്ളത്? നമ്മുടെ ഫംഗസിനുള്ളത്. ഇനി നോക്കി, ഫംഗസിനകത്ത് ആരൊക്കെയുണ്ട്? മോൾഡ്സും ഉണ്ട്, ഈസ്റ്റും ഉണ്ടല്ലേ? ഇവർ 2 പേരും ഫംഗസിൽ ഉൾപ്പെടുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഇനി നോക്കിയേ, മോൾഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിലമെൻറ്റസ് ടൈപ്പ് ആയിരിക്കും അല്ലേ? ഈസ്റ്റ് എന്ന് പറഞ്ഞാലോ ന്യൂക്ലിയോയിഡ് ഫോം ഓഫ് ഫംഗൽ ഗ്രോത്ത് ആയിരിക്കും. ഒന്ന് ഫിലമെൻറ്റസും ഒന്നൊരു ന്യൂക്ലിയോയിഡ് ഫോം ഓഫ് ഗ്രോത്തും ആയിരിക്കും. ഇനി ഫഞ്ചൈ 2 തരത്തിലുണ്ട്, യുക്കാർപ്പിക് ഫഞ്ചൈയും ഹോളോകാർപ്പിക് ഫഞ്ചൈയും. ഇപ്പോൾ ഫഞ്ചൈ 2 ടൈപ്പ് ഉണ്ട്, യുക്കാരിയോട്ടിക് ഫഞ്ചൈയും പിന്നെ ഇതാ ഉള്ളത് ഹോളോകാർപ്പിക് ഫഞ്ചൈയും അല്ലേ? എന്താ യുക്കാരിയോട്ടിക് ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ? ഫിലമെൻറ്റസ്. നമ്മൾ പറഞ്ഞു അല്ലേ, മോൾഡ്സ് എല്ലാം എന്താണ്? ഫിലമെൻറ്റസ് ഗ്രോത്ത് ആണെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ഫിലമെൻറ്റസ് ഷേപ്പിലുള്ള ഫഞ്ചൈയാണ് യുക്കാർപ്പിക് അല്ലെങ്കിൽ ട്രൂ എന്നൊക്കെ നമുക്ക് പറയാം, ട്രൂ ഫഞ്ചൈസ്. ഇനി ഹോളോകാർപ്പിക് ഫഞ്ചൈ ഉണ്ടല്ലേ, സിംഗിൾ സെൽഡ് ഓർഗാൻസ് അല്ലേ? സിംഗിൾ സെൽ, ഒരൊറ്റ സെല്ലായിട്ടുള്ള ഫഞ്ചൈസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹോളോകാർപ്പിക് ഫഞ്ചൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫഞ്ചി എന്ന് പറയുന്നത് പ്ലാൻ ബോഡി താലസാണ്. ഫഞ്ചിയിൽ മോൾഡ്സും ഈസ്റ്റും ഉൾപ്പെടുന്നുണ്ട്. ഈ മോൾഡ്സ് എന്താണ് പറയുന്നത്? ഫിലമെൻറ്റസ് ടൈപ്പ് ഓഫ് ഗ്രോത്ത് ആയിരിക്കും. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോയിഡ് അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഗ്രോത്ത് ആയിരിക്കും. ഇനി ഫഞ്ചൈ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 അല്ലെ? യുക്കാർപ്പിക് ഫഞ്ചൈ ആൻഡ് ഹോളോകാർപ്പിക് ഫഞ്ചൈ. യുക്കാർപ്പിക് ഫഞ്ചൈ എന്താണ്? ഫിലമെൻറ്റസ് ഫഞ്ചൈ. ഹോളോകാർപ്പിക് ഫഞ്ചൈയോ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഫഞ്ചൈ അല്ലേ? എക്സാമ്പിൾസ് നോക്കുക അല്ലേ? ഈസ്റ്റും കേട്രീഡിയവും ഒക്കെ. ഇനിയുള്ളത് പോയിന്റ്സ് ഒക്കെ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഫംഗൽ ഹൈഫ ഉണ്ടല്ലേ, ട്യൂബ് ലൈക്ക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഫഞ്ചൈ. ഫഞ്ചൈയുടെ സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഹൈഫേ എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ ഹൈഫ എന്ന് പറയുന്നത് ഫഞ്ചൈയുടെ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് അല്ലേ? ട്യൂബ് പോലെയുള്ള ഫഞ്ചൈയുടെ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈഫ എന്ന് വിളിക്കുന്നത് അല്ലേ? ഇനി ഈ ഹൈഫ അല്ലേ, ഇപ്പം ഒരു ഹൈഫ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചറൽ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് ട്യൂബ് പോലെയുള്ള അല്ലേ, ഒരു ട്യൂബ് പോലെയുള്ള സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് നമ്മുടെ ഹൈഫ എന്ന് പറയുന്നത്. ഇനി അങ്ങനത്തെ കുറേ ഹൈഫേസ് ചേരുമെന്ന് വെച്ചാൽ ഒരുപാട് ഹൈഫേ ചേരും അല്ലേ? നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ കോൺസ്റ്റിറ്റ്യൂട്ടിങ് ദ ബോഡി ഓഫ് ഫംഗസ് ഈസ് കോൾഡ് മൈസീലിയം. അങ്ങനത്തെ കുറേ ഹൈഫേസ് ചേർന്നിട്ട് ഫംഗസിൻ്റെ താലസ് അല്ലെങ്കിൽ പ്ലാൻ ബോഡി ഫോം ചെയ്യുന്നതിന് എന്തെന്ന് വിളിക്കുന്നു? മൈസീലിയം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? എന്താണ് അപ്പം ഹൈഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫണ്ടമെൻ്റൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ അല്ലേ? സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഫഞ്ചൈ ആണ് ഹൈഫേ. ഇങ്ങനത്തെ ഒരുപാട് ഹൈഫേ ചേർന്നിട്ട് ഫംഗസിൻ്റെ പ്ലാൻ ബോഡി ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൈസീലിയം എന്ന് വിളിക്കുന്നത്. നോക്കിയേ, അപ്പം ഹൈഫേ കണ്ടോ? ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് നമ്മുടെ ഹൈഫേ എന്ന് പറയുന്നത്. ഹൈഫേ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? 2 ടൈപ്പ് ഉണ്ട് അല്ലേ? സെപ്റ്റേറ്റും ഉണ്ട്, അസെപ്റ്റേറ്റും ഉണ്ട്. അസെപ്റ്റേറ്റ് നോക്കി കണ്ടോ, ഇവിടെ ഒരു ഡിവിഷൻ ഇല്ല അല്ലേ? ക്രോസ് വാൾസ് ഇവിടെ ആബ്സെൻ്റ് ആണ്. അങ്ങനെയുള്ളതാണ് എന്ത്? അസെപ്റ്റേറ്റ്
എന്ന് പറയുന്നത്. ഇനി നോക്കിയേ സെപ്റ്റേറ്റ് നോക്ക്. സെപ്റ്റേറ്റ് ആണെങ്കിൽ എന്താണ്, ആ ഓരോ ന്യൂക്ലിയസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ, ഒരു ക്രോസ് വാള് അല്ലെങ്കിൽ സെപ്റ്റം പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താ ഹൈഫൈ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കുറച്ചും കൂടി പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയാണ് കേട്ടോ. ഒരുപാട് തവണ പറയുന്നുണ്ട്, കാരണം എല്ലാവരും ചിലപ്പോൾ ഒട്ടൻ PG കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കില്ല, അതുകൊണ്ടാണ് ബേസിക് പറഞ്ഞു പോകുന്നത്. കുറേ ബ്രേക്കൊക്കെ വന്നിട്ടുള്ളവർ കാണും. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഹൈഫൈ അല്ലെങ്കിൽ എന്താണ് മൈസീലിയം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴും ആ ഒരു കണക്ഷൻ കിട്ടിക്കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പം ഹൈഫ എന്ന് പറയുന്നത് ഫംഗസിൻ്റെ ട്യൂബുലാർ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറൽ യൂണിറ്റ് ആണ്. അങ്ങനത്തെ കുറേ ഹൈഫൈ ചേർന്നിട്ട് ഫംഗസിൻ്റെ ബോഡി ആയിട്ടുള്ള മൈസീലിയം ഫോം ചെയ്യുന്നു. ഇനി ഹൈഫൈ 2 തരത്തിലുണ്ട്. ക്രോസ് വാൾസ് ഉള്ള ഫംഗിയാണെങ്കിൽ ഹൈഫൈ ആണെങ്കിൽ അതിനെ സെപ്റ്റേറ്റ് ഹൈഫൈ എന്നും, ക്രോസ് വാൾ ഇല്ലാത്ത, ക്രോസ് വാൾ ആബ്സെൻ്റ് ആയിട്ടുള്ള ഹൈഫൈ ആണെങ്കിലോ അതിനെ നമുക്ക് അസെപ്റ്റേറ്റ് അല്ലെങ്കിൽ സിനോസൈറ്റിക് ഹൈഫൈ എന്നൊക്കെ പറയാനായിട്ട് പറ്റും. ഇതാണ് ഹൈഫയുടെ സ്ട്രക്ചർ. ഇനി നോക്കിയാൽ നമുക്ക് മൈസീലിയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം അങ്ങനത്തെ കുറേ ഹൈഫൽ മാസുകൾ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്തു, നമ്മുടെ മൈസീലിയം ഫോം ചെയ്തു, അല്ലെങ്കിൽ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ ഫംഗസിൻ്റെ താലസ് ഫോം ചെയ്തു. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മൈസീലിയം റെഫേഴ്സ് ടു ആസ് ദ വേരിയസ് ഷേപ്സ് ആൻഡ് ദ ഫങ്ഷൻ ഓഫ് മൈസീലിയം വിച്ച് മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റൻസ് അല്ലേ. അപ്പോൾ മൈസീലിയം പല രീതിയിലുണ്ട് അല്ലേ. അതായത് ഹൈഫയുടെ നെറ്റ്വർക്കാണ് മൈസീലിയം. അങ്ങനത്തെ അതിൻ്റെ ഫങ്ഷനും അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഫങ്ഷൻസ്, ഷേപ്സ് ഇതൊക്കെ അനുസരിച്ച് പല ടൈപ്പ് ഓഫ് മൈസീലിയംസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് മൈസീലിയമാണ് പ്ലക്ടൻകൈമ. In a fungal mycelium, hyphae organized loosely or compactly woven to form a tissues called പ്ലക്ടൻകൈമ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എന്തായിരുന്നു, പ്ലക്ടൻകൈമയാണ് അല്ലേ. പ്ലക്ടൻകൈമയ്ക്ക് അത് എന്താ ചെയ്യുന്നത്, ഈ ടൈപ്പ് ഓഫ് മൈസീലിയത്തിൽ ഹൈഫൈ ഒന്നെങ്കിൽ എന്തായിരിക്കും, ലൂസ്ലി അല്ലെങ്കിൽ കോമ്പാക്ട്ലി മൂവ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അല്ലേ. അങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്ലക്ടൻകൈമ എന്ന് വിളിക്കുന്നത്. അത് 2 തരത്തിലുണ്ട്. ഒന്ന് പ്രോസൻകൈമ അല്ലെങ്കിൽ പ്രോസോപ്ലക്ടൻകൈമ. ഇൻ ദിസ് ഫംഗൽ ടിഷ്യൂ ഹൈഫൈ ആർ ലൂസ്ലി അല്ലേ. നമ്മളിവിടെ പറഞ്ഞു ഒന്നെങ്കിൽ ലൂസ്ലി ആയിരിക്കും അല്ലെങ്കിൽ കോമ്പാക്ട്ലി ആയിരിക്കും. അപ്പം ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ട് മോർ ഓർ ലെസ് പാരലൽ ടു ഈച്ച് അതർ ആണെങ്കിൽ അതിനെ നമ്മൾ പ്രോസൻകൈമ എന്ന് വിളിക്കും. അപ്പം ശ്രദ്ധിച്ചേ, മൈസീലിയത്തിന് ഒന്നാമത്തെ ടൈപ്പാണ് പ്ലക്ടൻകൈമ അല്ലേ. ഈ പ്ലക്ടൻകൈമയിൽ ഹൈഫേസ് ഒന്നെങ്കിൽ ലൂസ്ലി ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, കോമ്പാക്റ്റീവ്ലി മൂവ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പം അതിൽ തന്നെ ലൂസായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രോസൻകൈമ എന്ന് വിളിക്കും. നമ്മുടെ പ്രോസൻകൈമ കണ്ടോ, ലൂസായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രോസൻകൈമ. ഇതാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്യൂഡോപാരൻകൈമ ഉണ്ടല്ലേ, അല്ലെങ്കിൽ പാരാപ്ലക്റ്റാക്കൈമ. ഇൻ ദിസ് ഫംഗസ് ടിഷ്യൂ ഹൈഫൈ ആർ കോമ്പാക്റ്റീവ്ലി, അവിടെ എന്ത് ചെയ്തിരിക്കുകയായിരിക്കും, കോമ്പാക്റ്റീവ്ലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അല്ലേ. പിക്ചർ നോക്കുമ്പോൾ അറിയാം കണ്ടോ, കോമ്പാക്റ്റീവ്ലി ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു പാരൻകൈമ സെല്ല് ഒബ്സർവ് ചെയ്യുന്നത് പോലെ തന്നെ അതേ ഒരു ഷേപ്പിൽ കോമ്പാക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹൈഫൽ നെറ്റ്വർക്കിനെയാണ് സ്യൂഡോപാരൻകൈമ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, മൈസീലിയത്തിൻ്റെ ടൈപ്പുകളാണ് അല്ലേ. അപ്പം ആദ്യത്തെ മൈസീലിയത്തിൻ്റെ ടൈപ്പായിരുന്നു എന്ത് എന്ന് പറയുന്നത്, പ്ലക്ടൻകൈമ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനത്തെ ഫംഗൽ മൈസീലിയം എടുക്കുകയാണെങ്കിൽ ഈ ഹൈഫൈ ഒന്നെങ്കിൽ ലൂസ്ലിയോ അല്ലെങ്കിൽ കോമ്പാക്റ്റീവ്ലിയോ അറേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും. ഇത് ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്നൊക്കെയുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ പറയും. ദെൻ പ്രോസൻകൈമയ്ക്കകത്ത് എന്താണ്, ലൂസ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രോസൻകൈമയാണ്. സ്യൂഡോ പാരൻകൈമയാണെങ്കിൽ കോമ്പാക്റ്റീവ്ലി അല്ലെങ്കിൽ പാരൻകൈമയുടെ സെക്ഷൻ എടുത്ത് നോക്കുന്നത് പോലെ ആ ഒരു ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും, സ്യൂഡോ പാരൻകൈമ ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പാണ് സ്ക്ലിറോഷ്യ അല്ലേ. സ്ക്ലിറോഷ്യ എന്നുള്ളത് അടുത്തൊരു ടൈപ്പ് ഓഫ് മൈസീലിയമാണ്. These are hard dormant bodies consist of compact hyphae projected by external thickened hyphae. Each sclerotium germinate into a mycelium on return of favorable condition അല്ലേ. ഇത് പെനിസീലിയത്തിൻ്റെ കേസ് അല്ലേ. നമുക്ക് പെനിസീലിയത്തിൻ്റെ സ്ട്രക്ചർ അറിയാലേ. നിങ്ങൾ പെനിസീലിയത്തെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫിംഗർ പോലത്തെ സ്ട്രക്ചറിലായിരിക്കും അല്ലേ പെനിസീലിയം.
ഇങ്ങനെ 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 ടിപ്പിലെല്ലാം ഇങ്ങനൊരു കോമ്പാക്ട് സ്ട്രക്ചർ ആയിരിക്കും അല്ലേ പെനിസീലിയത്തിന്. അപ്പോൾ നോക്കിയേ, ഈ സ്ക്ലിറോട്ടിയ ടൈപ്പ് കാണുന്നത് പെനിസീലിയത്തിലാണ് അല്ലേ. ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നോക്കിയേ, a hard dormant bodies consist of compact hyphae projected by external thickened hyphae അല്ലേ. ഹൈഫൈ എങ്ങനെയായിരിക്കും? പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. എക്സ്റ്റേണൽ തിക്ക് എൻഡ് ആയിരിക്കും, എൻഡ് ഭാഗത്ത് എന്തായിരിക്കും? തിക്കായിരിക്കും അല്ലേ. ഈച്ച് സ്ക്ലിറോട്ടിയം, ഈ സ്ക്ലിറോട്ടിയം എന്ത് ചെയ്യുന്നു? മൈസീലിയമായിട്ട് മാറുകയാണ് ഫേവറബിൾ കണ്ടീഷൻസിൽ ചെയ്യുന്നത്. ആ ടൈപ്പ് ഓഫ് നടക്കുന്നത് എവിടെയാണ്? പെനിസീലിയത്തിലാണ്. അടുത്ത ടൈപ്പ് നോക്കിയേ, റൈസോമോർഫ്സ് അല്ലേ. അടുത്തൊരു ടൈപ്പ് ഓഫ് മൈസീലിയമാണ് റൈസോമോർഫ്. ദേ ആർ റൂട്ട് ലൈക്ക്, നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ റൂട്ട് പോലെ അല്ലേ. മൈസീലിയം ഇങ്ങനെ റൂട്ട് പോലെയുള്ള സ്ട്രക്ചറാണ് അല്ലേ. ഇൻ്റർവോവൺ ഹൈഫൈ വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ഗ്രോയിങ് ടിപ്പ് അല്ലേ. ഗ്രോയിങ് ടിപ്പ് കാണും, റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. അത് റൂട്ട് ആയതുകൊണ്ട് തന്നെ മെയിൻലി എന്തിനാണ് സഹായിക്കുന്നത്? അബ്സോർപ്ഷനും അല്ലേ, പെരിനേഷൻ അല്ലേ, ഇതിനുമൊക്കെയാണ് നമ്മുടെ എന്ത് സഹായിക്കുന്നത്? റൈസോമോർഫ്, റൈസോയിഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ റൂട്ട് പോലെ കാണപ്പെടുന്ന ഹൈഫൽ നെറ്റ്വർക്കാണ് എന്ത്? നമ്മുടെ റൈസോമോർഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർമിലേറിയ മെലയിലാണ് ഇത് കാണുന്നത്. ഇത് നോക്കിയാൽ റൈസോയിഡ്സ് അല്ലേ. അടുത്തത് വന്നു, റൈസോയിഡ് ഇസ് എ ഷോർട്ട് root-like filamentous branch of thallus generally formed in tufts at the base of the thallus. This also function അല്ലേ. ഇപ്പോൾ ഈ റൈസോയിഡ്സിൻ്റെയും ഫംഗ്ഷൻ സെയിം തന്നെയാണ്, ആൻകറേജിനും അബ്സോർപ്ഷനും ഒക്കെയാണ് സഹായിക്കുന്നത്. ഇതും എന്താണ്? ചെറിയ ഷോർട്ട് ആയിരിക്കും, മറ്റേതിനെ അപേക്ഷിച്ച് ഷോർട്ട് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത്? റൈസോയിഡ്സ് ഷേപ്പിലുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, അപ്രസോറിയ. അപ്രസോറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനൽ സിമ്പിൾ ഓർ ലോബ്ഡ് സ്വളൻ മ്യൂസിലേജ് സ്ട്രക്ചർ ഓഫ് ഇൻഫെക്റ്റിംഗ് ഹൈഫൈ അല്ലേ. ഇൻഫെക്റ്റിംഗ് ടൈപ്പ് ഓഫ് ഹൈഫൈ ഉണ്ടല്ലോ, ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്, ആ ടൈപ്പാണ് ഈ അപ്രസോറിയ എന്നൊക്കെ പറയുന്നത്. വിച്ച് അഡ്ഹർ ടു ദ സർഫസ് ഓഫ് ദ ഹോസ്റ്റ് ഓർ അതർ സബ്സ്ട്രേറ്റ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ പെനിട്രേഷൻ ഓഫ് ദ ഇൻഫെക്ഷൻ ഹൈഫൈ. ഇത് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? നമ്മുടെ ഹോസ്റ്റിലേക്ക് പെനിട്രേറ്റ് അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ ബോഡിയിലേക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഹൈഫൈ എന്ത് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്? ഇൻഫെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദീസ് ആർ ഫോംഡ് ബൈ സം പാരസൈറ്റിക് ഫംജി സച്ച് ആസ് പൗഡറി മിൽഡ്യൂ ആൻഡ് റസ്റ്റ് അല്ലേ. അപ്പം ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് അപ്രസോറിയ ടൈപ്പ് ഓഫ് ഈ ഒരു മൈസീലിയം കാണപ്പെടുന്നത് പാരസൈറ്റിക് ഫംജീസിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം അതാണ് എൻ്റെ ഹോസ്റ്റിലേക്ക് എന്ത് ചെയ്യും? വിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂസിലേജസ് ഓഫ് ഇൻഫെക്റ്റിംഗ് ഹൈഫൈ വിച്ച് അഡ്ഹർ ടു ദ സർഫസ് അല്ലേ. ആ ഒരു ഓർഗാനിസത്തിൻ്റെ സർഫസിലേക്ക് ഇത് അഡ്ഹർ ചെയ്ത് ഇരിക്കുകയായിരിക്കും. അതാണ് അപ്രസോറിയ. നെക്സ്റ്റ് ഒക്കെ ഹോസ്റ്റോറിയ അല്ലേ. ഇതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹോസ്റ്റോറിയ ഇപ്പം നമുക്ക് പി ജിക്ക് പഠിച്ചതുപോലെ എന്താണ് ഹോസ്റ്റോറിയ അത്രയൊന്നും ഡീപ്പായിട്ട് അങ്ങ് പോകണ്ടല്ലേ. ഹോസ്റ്റോറിയ എന്താണെന്ന് മനസ്സിലാക്കുക. ഏത് ബെസിഡോമൈസീറ്റസിലാണോ ആസ്കോമൈസീറ്റസിലാണോ എവിടെയാണ് കാണുന്നത്, ഇത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി അല്ലേ. നമുക്ക് സിലബസ് അറിയാം, ഒരു കട്ടൽ പോലെ കിടക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള പോയിൻറ്റ്സുകൾ മാത്രം പഠിച്ചാൽ മതി അല്ലേ. എല്ലാം കൂടി പഠിച്ചെടുക്കുക എന്നുള്ളത്. മാക്സിമം നമ്മൾ സിലബസ് കവർ ചെയ്യണം, സിലബസിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യും. പക്ഷേ എന്താണ് ഇപ്പോൾ ഹോസ്റ്റോറിയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല അല്ലേ, കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. So hostorium is an organ that is developed from a hyphae usually performing the function of absorption. അപ്പോൾ നോക്കിയേ, ഹോസ്റ്റോറിയം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ ഓർഗൻ. എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യും? അബ്സോർപ്ഷൻ ഫംഗ്ഷനിലുള്ള അല്ലേ, നമ്മുടെ റൈസോയിഡ് ടൈപ്പുള്ള ഹൈഫയിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹോസ്റ്റോറിയ എന്ന് വിളിക്കുന്നത്. ദേ ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓബ്ലിഗേറ്റ് പാരസൈറ്റ് അല്ലേ. ഓബ്ലിഗേറ്റ് പാരസൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത്? ഹോസ്റ്റോറിയ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഹോസ്റ്റോറിയ? ഹോസ്റ്റോറിയ എന്ന് പറഞ്ഞ ഒരു ഓർഗനാണ്. ഈ ഓർഗൻ എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യും? അബ്സോർബിങ് ഫംഗ്ഷനുള്ള ഹൈഫയിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് നമ്മുടെ ഹോസ്റ്റോറിയ എന്ന് പറയുന്നത്. ഇത് മെയിൻലി കാണുന്നത് ആരിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓബ്ലിഗേറ്റീവ് പാരസൈറ്റ്സിലായിരിക്കും മെയിൻ കാണുന്നത്. ദേ വേരി ഇൻ ഷേപ്പ് ആൻഡ് മേ ബി നോബ് ലൈക്ക് ഓർ ബട്ടൺ ഷേപ്പ്ഡ് അല്ലേ. അപ്പം അതിൻ്റെ ഷേപ്സ് എന്ന് പറയുന്നത് ഓരോ സ്പീഷീസിലും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഒരു നോബിൻ്റെ ഷേപ്പ്ഡ് ആയിരിക്കും, ചിലപ്പോൾ ബട്ടൺ ഷേപ്പ്ഡ് ആയിരിക്കും, ചിലപ്പോൾ ഫിംഗർ ലൈക്ക് ആവാം, ചിലപ്പോൾ ബ്രാഞ്ച്ഡ് ആവാം. ദേ സെക്രീറ്റ് സം സ്പെസിഫിക് എൻസൈം വിച്ച് ഹൈഡ്രോലൈസ് ദ പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് ഓഫ് ദ ഹോസ്റ്റ് പ്ലാന്റ്.
അപ്പോൾ ഈ സ്ട്രക്ചറിന് ഒരു പ്രത്യേകത ഉണ്ടല്ലേ. ഈ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ആ സർട്ടൺ എൻസൈംസിനും പ്രോട്ടീൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഹോസ്റ്റിൻ്റെ ബോഡിയിലെ കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും ഒക്കെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഹൈഡ്രോലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തൊരു ടൈപ്പാണ് ഹോസ്റ്റോറിയ. അപ്പോൾ എന്താണ് ഹോസ്റ്റോറിയ എന്ന് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഹൈഫൽ ട്രാപ്സ്. പേര് തന്നെ ഉണ്ടല്ലേ, ട്രാപ്പ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണ്. ദ പ്രിഡീഷ്യസ് ഫഞ്ചൈ ഡെവലപ്പ് സ്റ്റിക്കി ഹൈഫൈ ഓർ നെറ്റ്വർക്ക് ഓഫ് ഹൈഫൽ ലൂപ്സ് അല്ലേ. ചില ഫഞ്ചൈസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിക്കി ഹൈഫേസ് അല്ലേ. ഹൈഫൈ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ട്യൂബ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഫഞ്ചൈ ആണ് ഹൈഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈഫൈ സ്റ്റിക്കി ആണ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് പോലെ ആണ് എങ്കിൽ എന്ത് വിളിക്കും നമ്മളതിനെ, ആ ഹൈഫൽ ട്രാപ്സ് അല്ലെങ്കിൽ സ്നേഴ്സ് എന്ന് വിളിക്കും. ദേ ഹെൽപ്പ് ഇൻ ക്യാപ്ചറിങ് നിമോട്ടോഡ്സ് അല്ലെ, നിമറ്റോഡ്സിനെ ക്യാപ്ചർ ചെയ്യാനൊക്കെയാണ് ഇത് സഹായിക്കുന്നത്. നെക്സ്റ്റ് ഏതാണ്, സ്ട്രൊമേറ്റ. സ്റ്റൊമേറ്റ അല്ല, സ്ട്രൊമേറ്റയാണ്. These are compact stomatic structure much like mattresses, fructification and generally formed or in them അല്ലേ. ഇതെന്താണ്, ഒരു മാട്രസ് പോലെ ഫോം ചെയ്യല്ലേ, നമ്മുടെ ബെഡൊക്കെ പോലെ ഇങ്ങനെ വലിയ രീതിയിൽ ഗ്രോ ചെയ്യും അല്ലേ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ. അപ്പോൾ ആ ഒരു ടൈപ്പാണ് സ്ട്രൊമേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയോ, ഹൈഫൽ ട്രാപ്സ്, സ്ട്രൊമേറ്റ. ഓക്കെ, ഇനി നമുക്ക് ഫഞ്ചിയുടെ സെൽ സ്ട്രക്ചറിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫംഗസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് മൈക്കോളജി എന്നും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അതിനുശേഷം ഫംഗസിൻ്റെ ബോഡി അല്ലേ മൈസീലിയത്തിലേക്ക് എത്തി. പല ടൈപ്പ് ഓഫ് മൈസീലിയം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എത്ര ടൈപ്പ് ഡിസ്കസ് ചെയ്തു, ഹൈഫൽ ട്രാപ്പ്, സ്ട്രൊമേറ്റ, ഹോസ്റ്റോറിയ, അപ്രസോറിയ, റൈസോയിഡ്സ്, റൈസോമോഫ്സ്, സ്ക്ലിറോഷ്യ അല്ലേ, പ്രോസൻഗൈമ, സ്യൂഡോ പാരൻഗൈമ, അങ്ങനെ നമ്മൾ വെറൈറ്റി ഓഫ് ഇത് മൈസീലിയംസ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമ്മളിനി പറയാൻ പോകുന്നത് സെൽ സ്ട്രക്ചറാണ് അല്ലേ. ഫഞ്ചയുടെ സെൽ എങ്ങനെയാണെന്ന് നോക്കാം. ഫഞ്ചൈ ആർ ദ യുക്കാരിയോട്ടിക്, നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ, യുക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് നമ്മുടെ ഫഞ്ചൈ എന്ന് പറയുന്നത്. The cell wall determines the characteristic shape of a cell അല്ലേ. It protects the cell from osmotic lysosis and also act binding site for some enzymes. അപ്പോൾ എന്തുണ്ട്, ആ സെൽ വാൾ ഉണ്ടല്ലേ ഫഞ്ചയുടെ സെല്ലിന്, സെൽ വാൾ ഉണ്ട്. ഈ സെൽ വാൾ എന്ത് ചെയ്യുന്നു, ആ സെല്ലിൻ്റെ ഷേപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, സെല്ലിനെ ഓസ്മോട്ടിക് ലൈസിസിൽ നിന്നുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചില എൻസൈംസിന് ബൈൻഡ് ചെയ്യാനുള്ളൊരു സൈറ്റായിട്ട് ആക്ട് ചെയ്യുകയും ആര് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെൽ വാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചേ, ഫഞ്ചയുടെ സെൽ സ്ട്രക്ചർ എന്താണ്, യുക്കാരിയോട്ടിക്കാണ്, സെൽ വാള് ഉണ്ട് അല്ലേ. ഇങ്ങനെ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. The chemical composition of the cell wall is not same in all fungi അല്ലേ. എല്ലാ ഫഞ്ചിയിലും ഒരുപോലെ ആയിരിക്കില്ല സെൽ വാളിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ എന്ന് പറയുന്നത്. കൈറ്റിൻ അല്ലേ, നമ്മുടെ കൈറ്റിനാണ് എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് ഓഫ് ദ ഫംഗസിലെയും സെൽ വാൾ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൈറ്റിനായിരിക്കും. എന്നാൽ ഓരോ സ്പീഷീസിനനുസരിച്ച് വേരി ചെയ്യാം. എങ്കിൽ നമ്മൾ ജനറലി പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കൈറ്റിനാണ് എന്ന് പറയാം. ഇനി ഇത് സൈറ്റോപ്ലാസം ആൻഡ് ഹൈഫൽ ടിപ്പ് അല്ലേ. ഇനി സെല്ലിനുള്ളിലേക്ക് നോക്കുമ്പം സൈറ്റോപ്ലാസം ഉണ്ടല്ലേ, അതുപോലെ അറ്റ് ഹൈഫൽ ടിപ്പ് അല്ലേ, ഹൈഫൽ ടിപ്പിലുള്ള സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ട്, ഗോൾഗി വെസിക്കിൾസ് ഉണ്ട് അല്ലേ. അത് അവിടെ എന്ത് കാണാം, അതിനെയാണ് നമ്മൾ കൈറ്റോസോംസ് എന്ന് വിളിക്കുന്നത്. അപ്പം ദ സൈറ്റോപ്ലാസം അറ്റ് ഹൈഫൽ ടിപ്പ് കണ്ടെയ്നിങ് ഗോൾഗി വെസിക്കിൾസ് അല്ലേ. സൈറ്റോപ്ലാസത്തിൽ അല്ലെ, ഹൈഫൽ ടിപ്പിലുള്ള സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ട്, ഗോൾഗി വെസിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കൈറ്റോസോംസ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഫിൽഡ് വിത്ത് സെൽ വാൾ മെറ്റീരിയൽസ് അല്ലേ. അപ്പോൾ അതിനകത്തെല്ലാം എന്തായിരിക്കും, ആ സെൽ വാൾ മെറ്റീരിയൽസ് ആയിരിക്കും മെയിൻലി ഉള്ളത്. ഇനി ന്യൂക്ലിയസ് ആൻഡ് മൈറ്റോകോൺട്രിയ ആർ ഫൗണ്ട് ടു കണക്ട് വിത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലേ. പിന്നെ ആരുണ്ട്, നമ്മൾ പറഞ്ഞു യുക്കാരിയോട്ടിക് ആണ് എന്ന്. അപ്പോൾ എല്ലാ സെല്ലുലാർ ഓർഗനൽസും എന്ത് കാണും, ഫംഗസിനുള്ളിൽ കാണും. അതിൽ ന്യൂക്ലിയസും മൈറ്റോകോൺട്രിയയും ആരുമായിട്ട് കണക്ട് ചെയ്താണ് കാണപ്പെടുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായിട്ട് കണക്ട് ചെയ്താണ് കാണുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഡിവൈഡ് ബൈ ഇൻട്രാസെല്ലുലാർ മൈറ്റോസിസ് കോൾഡ് കാരിയോകൊറോസിസ് അല്ലേ.
ഇപ്പം ന്യൂക്ലിയസ് എന്ത് ചെയ്യും? മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാരിയോകോറസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേം ഓർത്തിരിക്കുക. എന്താ കാരിയോകോറസിസ് എന്ന് പറഞ്ഞാൽ? ഫംഗസിൻ്റെ സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും അല്ലേ? ഏത് പ്രോസസ്സിൻ്റെ ഫലമായി? ഇൻട്രാസെല്ലുലാർ മൈറ്റോസിസിൻ്റെ ഫലമായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന ടേമാണ് കാരിയോകോറസിസ്. where nuclear envelope remain intact during nuclear division and internal spindle develop അല്ലേ? അപ്പോൾ ഈ ഓൾ ഡിവിഷൻ്റെ സമയത്ത് എന്ത് നടക്കും? നമ്മുടെ ന്യൂക്ലിയർ എൻവലപ്പ് അവിടെ തന്നെ കാണും അല്ലേ? അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നെ ഇതിൽ റിസർവ് ഫുഡ് അല്ലേ? റിസർവ് ഫുഡ്, സെല്ലിനുള്ളിലെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജനും ഓയിലും ആയിരിക്കും. അപ്പോൾ ക്ലിയർ ആയോ? സെൽ സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫംഗസിൻ്റെ സെൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? യുക്യാരിയോട്ടിക് ആണല്ലേ? യുക്യാരിയോട്ടിക് ഓർഗാനിസമാണ് ഫഞ്ചൈ എന്ന് പറയുന്നത്. അതിൽ സെൽ വാൾ പ്രസൻ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഓരോ ഫഞ്ചൈയുടെയും സെൽ വാൾ ഡിഫറൻ്റ് ആയിരിക്കും. എങ്കിലും ജനറലി പറയുകയാണെങ്കിൽ കൈറ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആയിരിക്കും എന്ത്? സെൽ വാൾ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അല്ലേ, ഹൈഫൽ ടിപ്പിൽ കാണപ്പെടുന്ന സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ട്? ഗോൾഗി വെസിക്കിൾസ് ഉണ്ട്. ഇതിനെ നമുക്ക് കൈറ്റോസോംസ് എന്ന് വിളിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് സെൽ ന്യൂക്ലിയസിൻ്റെ ഡിവിഷൻ അല്ലേ? ന്യൂക്ലിയസിൻ്റെ ഡിവിഷനെ കാരിയോകോറസിസ് എന്ന് നമുക്ക് വിളിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? റിസർവ് ഫുഡാണ് പറഞ്ഞത്. ഗ്ലൈക്കോജനും ഓയിലുമാണ് എന്തിലെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത്? ഫംഗസിലെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ടേബിളൂടെ നോക്കാം. ഓരോന്നും പറഞ്ഞല്ലോ, ഓരോന്നിൻ്റെയും സെൽ വാൾ എന്തായിരിക്കും? ഓരോ കെമിക്കൽ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ റൈസോമൈസീറ്റസിനകത്ത് നോക്കുകയാണെങ്കിൽ സെല്ലുലോസും ഗ്ലൈക്കോജനുമായിരിക്കും സെൽ വാൾ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഊമൈസീറ്റസിലേക്ക് വരുമ്പോൾ സെല്ലുലോസും ബീറ്റാഗ്ലൂക്കനും ആയിരിക്കും. അതുപോലെ തന്നെ ഹൈഫോകൈട്രിഡോമൈസീറ്റസിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? കൈറ്റിൻ അല്ലേ? കൈറ്റോ എന്ന് പേരോടെ തന്നെ ഉണ്ട്. അപ്പം കൈറ്റിനായിരിക്കും സെൽ വാൾ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയേ, കൂടുതൽ ക്ലാസ്സുകളിലും ഓരോ ഗ്രൂപ്പിലും എന്താണ് മെയിനായിട്ട് കൈറ്റിനെ കാണാം അല്ലേ? അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ജനറലി എന്ത് പറയാം നമുക്ക്? സെൽ വാളിലെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കൈറ്റിൻ ആണെന്നല്ലേ? എല്ലാത്തിലും കൈറ്റിനുണ്ട്. ഈ ഊമൈസീറ്റസിലും നമ്മുടെ അരാസിയോമൈസീറ്റസിലും ഒക്കെ, അല്ലെങ്കിൽ അതുപോലെ ആസ്കോമൈസീറ്റസും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും എന്ത് കാണാൻ സാധിക്കും നമുക്ക്? കൈറ്റിനാണ് സെൽ വാൾ മെറ്റീരിയൽ. ഇത് ഓരോ ജനറയിലും വരുന്ന ആൾക്കാരുടെ പേരാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഈ ഒരു ടേബിൾ നോക്കി നോക്കുക. അതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ്? ഓരോന്നിൻ്റെയും സെൽ വാൾ കമ്പോണൻറ്റ് അല്ലേ? ഓരോ ഗ്രൂപ്പിൻ്റെയും സെൽ വാൾ കമ്പോണൻറ്റ് ഏതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫംഗസിൻ്റെ ജനറൽ ക്യാരക്ടറും അതുപോലെ തന്നെ സെൽ വാളിനെ കുറിച്ചും ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.